കാൽസോളി വന്നതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കി വെച്ചതല്ല ഡിജിറ്റലി ഉള്ള കാര്യങ്ങൾ എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലായത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഡിജിറ്റലി ഇത്രയും അപ്ഡേറ്റ് ആയി. കാരണം എൻ്റെ മേഖലയിൽ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ 2017 ഡിജിറ്റലിൽ ഒരു ക്ലാസ് കഴിഞ്ഞപ്പോൾ അന്ന് മുതൽ ആലോചിച്ച പല കാര്യങ്ങൾക്കും സൊല്യൂഷൻ എനിക്ക് കാൽസോളി വന്നതിന് ശേഷമാണ്. ഒരുപാട് ടേക്ക്അവേസ് എനിക്ക് കാൽസോളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇപ്പം ഞാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയിൽ ഉണ്ടായ എല്ലാ മാറ്റത്തിലും കാൽസോളിലാണ്. അതെന്റെ വൈഫ് ഹായ് ഹിലാൽ, വളരെ സന്തോഷം നമ്മുടെ ഈ ഒരു ഹോൾ ഓഫ് ഫ്രെയിം ഇന്റർവ്യൂയിലേക്ക് എത്താനായിട്ട് കഴിഞ്ഞതിൽ. ഹിലാൽ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് ഒരു സ്കൂൾ വിദ്യാഭ്യാസം, കോളേജ്, അതിനുശേഷം നമ്മൾ പല ആഗ്രഹങ്ങളോട് കൂടിയാണ് ഒരു ബിസിനസ്സിലേക്ക് എത്തുന്നത്. ഹിലാലിൻ്റെ ലൈഫ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? എങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്ന ബിസിനസ്സിലേക്ക് എത്തിയത്? എന്താണ് ചെയ്യുന്നത്? ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങാം. ലൈഫ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സാറേ അത് ഒരുപാട് പറയാനുണ്ട്. ഞാന് ഒരു SSLC കഴിഞ്ഞു പ്ലസ് ടു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തില് പ്ലസ് ടുവിന് ശേഷം പിന്നീട് പ്ലസ് ടു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പ്ലസ് ടു സെലക്ട് ചെയ്യാൻ മാർക്ക് കുറവായിരുന്നു 10ാം ക്ലാസ്സിൽ. അപ്പൊ 10ാം ക്ലാസ്സിൽ മാർക്ക് കുറവായത് കൊണ്ട് തന്നെ പ്ലസ് ടുവില് ഏത് സബ്ജക്ട് എടുക്കണമെന്ന് അറിയത്തില്ല. അങ്ങനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ എനിക്ക് അഡ്മിഷൻ കിട്ടിയത് തന്നെ ശരിക്കും നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പ്ലസ് ടു പഠിപ്പിക്കുന്ന സ്ഥാപനത്തിനാണ്. ഗവൺമെന്റ് സ്കൂളിലല്ല എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. അപ്പൊ അങ്ങനെ അവിടെ ഞാൻ സയൻസ് എടുക്കണമെന്നുള്ള ആഗ്രഹത്തോടാണ് അവിടെ ചെന്ന സമയത്ത് സാർ എന്നോട് പറഞ്ഞു, എടാ സയൻസ് എടുത്താൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പാസ്സായി പോകാൻ, നീ ഒരു കാര്യം ചെയ്യും കൊമേഴ്സ് എടുക്കുന്നു. അങ്ങനെ ഞാൻ കൊമേഴ്സ് എടുത്തു. കൊമേഴ്സ് എടുത്തതിന് ശേഷം കൊമേഴ്സ് പഠിച്ചു. കൊമേഴ്സ് പക്ഷെ പ്ലസ് ടു ഞാൻ ഫെയിലായി പോയി. പിന്നെ അവിടെ നിന്ന് ഞാൻ പിന്നീട് പ്ലസ് ടു എഴുതിയെടുക്കുകയും പിന്നീട് ഞാൻ ഡിപ്ലോമ കോഴ്സ് ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ്, അതിന് നല്ല സ്കോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു 2009 ശേഷമാണ് 2009-10 കാലഘട്ടത്തിൽ ആ കോഴ്സ് ചെയ്തു. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഫാമിലി ബിസിനസ് കാര്യങ്ങളുണ്ടായിരുന്നു, അതിലേക്ക് ഇറങ്ങുമായിരുന്നു. അങ്ങനെ ബിസിനസ് കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോയി. അങ്ങനെ കുറെ മുന്നോട്ട് പോയി. ഫാദറിന് ബിസിനസ് ഉണ്ടായിരുന്നു, അതിൽ കുറെ എക്സ്പീരിയൻസ്, മറ്റേ സെയിൽസിൽ അതുപോലെ മാർക്കറ്റിംഗിൽ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് കിട്ടി. ആളുകളുമായിട്ട് ഒരുപാട് കടകളുമായിട്ട് ഞങ്ങൾക്ക് റൂട്ടിൽ സപ്ലൈ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് കടകളൊക്കെ ആയിട്ടുള്ള ഇന്ററാക്ഷനിൽ കമ്മ്യൂണിക്കേഷൻ നല്ലപോലെ കിട്ടി. നല്ലപോലെ സംസാരിച്ച് ഏതൊരു പ്രൊഡക്റ്റ് കൈ കിട്ടിയാലും കൊടുക്കാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നു. അപ്പൊ ആദ്യമായിട്ട് ഞാൻ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് തന്നെയാണ് ഒരു പാർട്ട് ടൈം ആയിട്ട് ഒരു ചെറിയ ക്യാരി ബാഗിന്റെ ഒരു സംഭവം എന്റെ ഫാദർ ഇതുപോലെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു പോക്കറ്റ് മണി ആയിക്കോളും ഒന്ന് നോക്കുന്ന പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന അതാണെന്ന് ഒരു 2008 അപ്പോ 3500 രൂപയുടെ ഒരു സെയിലാണ് ചെയ്തത്. അപ്പൊ അന്ന് എന്നെ സംബന്ധിച്ച് ഞാൻ പ്ലസ് വണ്ണിന് പഠിക്കുന്ന സമയമാണ്. അപ്പൊ എനിക്ക് ഏകദേശം ഒരു 500 രൂപയോളം പ്രോഫിറ്റ് കിട്ടിയിരുന്നു. അപ്പൊ അതൊരു ചെറിയ കാര്യമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് 100 രൂപ രാവിലെ ഫാദറിന്റെ കയ്യിൽ നിന്ന് പോക്കറ്റ് മണി മേടിച്ചിട്ടാണ് ഞാൻ പഠിക്കാനായിട്ട് പോകുന്നത്. ആ സമയത്ത് എനിക്ക് കിട്ടിയൊരു വലിയ ഒരു അറിവായിരുന്നു. അതായത് ഒരു സാധനം കൊണ്ടൊരിടത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വലിയ പൈസ കിട്ടും. അപ്പൊ അതിൽ ഞാൻ പോയി സംസാരിച്ച് സാധനം കാണിച്ച് അവർ ഓർഡർ തന്നു. ഒരു ഇത്ര പീസ് വെച്ച് ഓർഡർ തന്നു. ആ ഓർഡർ ടോട്ടൽ വന്നപ്പോഴത്തേക്ക് അതിൽ നിന്ന് എനിക്ക് ഇത്ര രൂപ ലാഭം. വണ്ടിക്കൂലി അതായത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഒരു 50 രൂപയായുള്ള ചിലവ് പോയിട്ട്, എന്നാലും 500 രൂപയ്ക്ക് മുകളിൽ എനിക്ക് കിട്ടി. അപ്പൊ 5 ദിവസം എനിക്ക് ഫാദർ, എന്റെ പേരന്റ് വാപ്പ എനിക്ക് തരുന്ന പൈസയാണ് എനിക്ക് ഒരൊറ്റ ദിവസം ഞാൻ ആ ഒരു 2 hours സ്പെൻഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത്. അപ്പം ബിസിനസ് എന്ന് പറയുന്ന ഒരു രംഗത്തേക്ക് എന്നെ ശരിക്കും എന്റെ ഫസ്റ്റ് ചിന്ത ഇത് കൊള്ളാം. കാരണം ഒരു 2 മണിക്കൂർ സ്പെൻഡ് ചെയ്തപ്പോൾ ഇത്രയും കിട്ടി, ഞാൻ കൂടുതൽ മണിക്കൂർ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്താൽ എനിക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാമല്ലോ എന്നൊരു ചിന്ത എനിക്ക് അവിടെ ആ ഒരു തോട്ട് അവിടെ ഉണ്ടാവുന്നു. അങ്ങനെ ബിസിനസ്സിലേക്ക് വരുന്നു. പക്ഷെ പിന്നീട് പ്ലസ് ടു കഴിഞ്ഞു, ഡിപ്ലോമ കോഴ്സ് പോയി, അത് കഴിഞ്ഞു. അതിനുശേഷം പിന്നീട് ഞാന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയുന്നത്, മാർക്കറ്റിങ്ങിൽ കുറേ എക്സ്പീരിയൻസ് വന്നു. അങ്ങനെ അതിനിടയ്ക്കാണ് ഞാൻ ശരിക്കും നമ്മുടെ ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞ, അതായത് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനായിട്ട് അന്ന് അങ്ങനെ ഒരു ഓപ്ഷനിലേക്ക്, പെട്ടെന്ന് പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞൊരു പരസ്യം കണ്ടിട്ടാണ് ഞാൻ പോകുന്നത്.
അവിടെ ചെന്ന് ആ സ്ഥാപനത്തിൽ നിന്നാണ് എഡ്യൂക്കേഷൻ മേഖല, ആ സ്ഥാപനത്തിന് അവർക്കൊരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് എഡ്യൂക്കേഷൻ മേഖല, അതായത് എഡ്യൂക്കേഷൻ കൺസൾട്ടിങ് ബിസിനസ് അവർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പോക്കറ്റ് മണി വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മേഖലയിലേക്ക് വരുന്നതും എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ഞാൻ കാര്യങ്ങൾ കുറച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതൊക്കെ. അങ്ങനെ ആ വർഷം അവിടെ നിന്ന് കുറച്ച് കുട്ടികളുടെ അഡ്മിഷൻസ് ബാംഗ്ലൂരും അതുപോലെ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക്, കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലേക്ക് നഴ്സിംഗ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് അഡ്മിഷൻ ചെയ്തു. അങ്ങനെ ആ ഫീൽഡിലെ എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്നാണ്. അവിടെ നിന്ന് ആ എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് ആ മേഖലയിൽ നമുക്ക് പൈസ ഉണ്ടാക്കാമെന്ന് മനസ്സിലായി. കുറെ കാലം വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് വർക്ക് ചെയ്ത് ഇതിനിടയ്ക്ക് നമുക്ക് ഓഫ് സീസൺ ആയിട്ടൊരു ടൈം വരും. അതായത് സീസൺ റിലേറ്റഡ് ചെയ്തിട്ടുള്ളൊരു വർക്കാണ് നമ്മുടെ ഈ അഡ്മിഷൻ വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ ഓഫ് സീസണിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും, കുറച്ച് പോക്കറ്റ് മണി ഉണ്ടാക്കും, അങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോയി 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 കുറെ. ആ സമയത്ത് ശരിക്കും സ്റ്റക്ക് പോയി. ആ സമയത്താണ് ശരിക്കും ഡിജിറ്റലി എങ്ങനെ കാര്യങ്ങളിലേക്ക് വരാം എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങുന്ന ആ സമയത്താണ്. അതിനിടയ്ക്ക് കുറെ ഡിജിറ്റലി റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യം ഇടുന്ന കാര്യങ്ങളിലൊക്കെ പഠിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ആഫ്റ്റർ കൊറോണയ്ക്ക് ശേഷമാണ് ശരിക്കും ഡിജിറ്റലി ആണ് ഇനി കാര്യങ്ങളൊന്നും പഠിക്കുന്നത്. പക്ഷെ 2017 ഞാനൊരു ഓഫ്ലൈൻ മീറ്റിംഗ് എറണാകുളത്ത് വെച്ച് വേറൊരു സാധ്യത പോലെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തും കുറെ കാര്യങ്ങൾ, അന്ന് കുറെ അപ്ഡേഷൻസ് എനിക്ക് കിട്ടി. ഡിജിറ്റലി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് ഇനി പോകാൻ സാധിക്കും, ഡിജിറ്റൽ യുഗമാണെന്ന് അന്ന് മനസ്സിലായെങ്കിലും പക്ഷെ അത് ഫോളോ അപ്പ് ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ കൊറോണയ്ക്ക് ശേഷമാണ് ഡിജിറ്റൽ ആണ് ഇനിയുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ വന്നതിന് ശേഷമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് വരുന്നതും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേറെ ആദ്യമായിട്ടൊരു പുറത്തുള്ള ഒരു ഒരു ഏജൻസിയാണ്, കോഴിക്കോടുള്ള ഒരു ഏജൻസിക്കാണ്. അതൊരു ഒരു മാസത്തേക്ക് ഒരു ഒരു പ്രോഗ്രാം അങ്ങനെ റിവാമ്പ് എന്ന് പറഞ്ഞിട്ട് അവര് അവർക്ക് കൂടുതൽ ലീഡ്സ് തരാൻ കഴിഞ്ഞില്ല. അങ്ങനെ എന്നാ പിന്നെ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചു. അതിന് വേറെ ഒന്ന് രണ്ട് ടീമുകളെ ഇതുപോലെ സംസാരിച്ചു പഠിച്ചു. അങ്ങനെ കുറച്ച് അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ ചെയ്തിട്ടും നമുക്ക് കുറച്ച് ലീഡ്സ് വരുന്നു. ഈ ലീഡ്സ് എങ്ങനെ ക്ലോസ് ചെയ്യാവുന്നു, ഒരു ഒരു നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് അവർക്ക് താല്പര്യമില്ല. അപ്പൊ അതിൽ കുറേ ഒക്കെ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നെന്ന് പിന്നീട് സാറിന്റെ അടുത്ത് വന്നതിന് ശേഷമാണ് അതൊക്കെ മനസ്സിലായത്. കാരണം മിസ്റ്റേക്കുകൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട മിസ്റ്റേക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരു ലീഡ് എന്ന് പറയുന്നത് വന്നാൽ ആദ്യത്തെ മിനിറ്റിൽ അതിനോട് സംസാരിക്കാൻ സാധിക്കണം. അത് ഹോട്ടായിട്ട് നിൽക്കുന്ന സമയത്ത് അതിനോട് സംസാരിക്കാൻ സാധിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരുപാട് തിരിച്ചറിയാം. അതായത് സാറിന്റെ അടുത്ത് വന്നതിന് ശേഷമാണ് കാണാൻ സാധിച്ചത്. അപ്പൊ നമുക്ക് നോർമൽ ഒരു ലീഡ്സ് അവര് ഒരു 4 ദിവസം 5 ദിവസം കൂടുമ്പോഴായിരിക്കും ലീഡ്സ് ഇങ്ങോട്ട് ഇട്ട് തരുന്നത്. ആ സമയത്ത് നമ്മൾ വിളിക്കുമ്പോൾ ഓൾറെഡി കാൻഡിഡേറ്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ ക്ലയന്റിന്റെ ഇൻട്രസ്റ്റ് പോയിട്ടുണ്ടാവും. സോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ കുറേയധികം മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ടാണ് കാൽസോളിലേക്ക് എത്തുന്നത് അല്ലെ? കാൽസോളിലേക്ക് എത്തിയെന്ന് പറയുമ്പോൾ എന്റെ വൈഫ് ആദ്യം കാൽസോളിലെ വീഡിയോസ് കാണുന്നുണ്ട്. അവളെ അടുത്ത് അവള് ഓൾറെഡി ഞങ്ങൾ വേറൊരു ഫേമിൽ ഇതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് കണക്ട് ചെയ്തു. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ കുറച്ച് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് വർക്കിലേക്ക് വന്നപ്പോൾ ബുദ്ധിമുട്ടുണ്ടായി. പിന്നീട് ഞങ്ങൾ വേറൊരു ഡിജിറ്റൽ ഫെയിമിനെ ചെയ്തതിന് ശേഷമാണ് അവരാണ് അത്യാവശ്യം പെട്ടെന്നൊന്ന് ഒരു പരസ്യം ഇടുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തന്നു. അതിനൊരു പേയ്മെന്റ് കൊടുത്തു. അപ്പോ പിന്നീട് ഇപ്പൊ എൻ്റെ അടുത്ത് വൈഫ് പറഞ്ഞു, ഇതുപോലെ നമ്മുടെ വേറൊരു സംഭവം വന്നിട്ടുണ്ട്, ഒരു സാറിന്റെ ഉണ്ട്, അത് കൊള്ളാം, പക്ഷെ നല്ലതായിട്ട് ജസ്റ്റ് ഒരു ഫ്രീ വെബിനാറിൽ പോലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അനിൽകുമാർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാൽസോൾ കമ്മ്യൂണിറ്റിയിലുള്ള തന്നെ അനിലേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ ഹിലാലെ അത് ഞാൻ കുറെ കാലമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, ഒന്ന് നോക്കുന്നു. ചേട്ടൻ എടുക്കുന്നതിന് മുന്നേ ശരിക്കും ഞാൻ ചേട്ടൻ എടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ ഞാനും കാൽസോളിന്റെ ഫസ്റ്റ് സിൽവർ മെമ്പർഷിപ്പിലേക്ക് വന്നു. കാൽസോളിൽ വന്നതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കി വെച്ചതല്ല ഡിജിറ്റലി ഉള്ള കാര്യങ്ങൾ എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലായത്. കാരണം കാൽസോളിൽ വന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു അഡ്വർടൈസ്മെന്റ്, നമ്മളൊരു പോസ്റ്റർ ആഡ് ഇടുന്നു, ആ പോസ്റ്റർ ആഡ് ഇട്ട് കഴിഞ്ഞാൽ ആ അഡ്വർടൈസ്മെന്റ് കണ്ടതിന് ശേഷം അത് ആൾക്കാർ അതിനകത്തോട്ട് വരുന്നു, നമുക്ക് ആ ലീഡ്സിൽ വിളിക്കുന്നു. അപ്പൊ ഒരു 100 നമ്പറൊക്കെ വന്നു കഴിഞ്ഞാൽ 1 2 ഒക്കെ, ഒരെണ്ണമൊക്കെ മാക്സിമം ആണ്, 100 ഒരു 200 300 നമ്പറൊക്കെ വരുമ്പോഴാണ് ഒരെണ്ണമൊക്കെ, അതായത് ലീഡ്സ് വരുമ്പോഴാണ് ഒരെണ്ണം ക്ലോസ് ആകുന്നത്. അത് ശരിക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. കാരണം നമുക്ക് അത്യാവശ്യം നല്ല പൈസ സ്പെൻഡ് ആവുന്നുണ്ട്. കാരണം ഒരു ലീഡിന് പോലും ഒരു കുറഞ്ഞത് 70 രൂപ മുതൽ 200 രൂപ വരെ ഒരു ലീഡിനാവുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കാൽസോളിൽ വന്നതിന് ശേഷം ഉണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. കാരണം ഡിജിറ്റലി ഉള്ള അപ്ഡേഷൻസ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഡിജിറ്റലി ഇത്രയും അപ്ഡേറ്റ് ആയി.
കാരണം എന്റെ മേഖലയിൽ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ 2017 ഡിജിറ്റലിൽ ഒരു ക്ലാസ് കഴിഞ്ഞപ്പോൾ അന്ന് മുതൽ ആലോചിച്ച പല കാര്യങ്ങൾക്കും സൊല്യൂഷൻ എനിക്ക് കാൽസോളി വന്നതിന് ശേഷമാണ്. കാരണം ഒരു വെബ്സൈറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ലേണിംഗ് പ്ലാറ്റ്ഫോമുകളൊക്കെ എന്റെ മനസ്സിലുള്ള കുറെ കാലത്തെ ആഗ്രഹങ്ങളായിരുന്നു. പക്ഷെ ഇത് എങ്ങനെ ടെക്നിക്കൽ സൈഡ് എനിക്ക് യാതൊരു പിടിയില്ല. സെയിൽസ്, എന്തൊരു സാധനത്തിന്റെയും സെയിൽസ് എന്നെ കൊണ്ട് സാധിക്കും, പക്ഷെ ആ സെയിൽസിനുള്ള കണക്ക് കൂട്ടിയാൽ മാത്രം നമുക്ക് സാധനം ആവില്ലല്ലോ, ഒരു പ്രൊഡക്റ്റ് ആവില്ലല്ലോ. അപ്പോൾ ലേണിംഗ് പ്ലാറ്റ്ഫോം എന്നുള്ള ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ആ സ്വപ്നം ശരിക്കും ഇപ്പം അതിന്റെ ഏറ്റവും അടുത്ത ഘട്ടങ്ങളിലേക്ക് ഞാൻ എത്തി നിൽക്കുകയാണ്. അതും ഒരു വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പം അത് എങ്ങനെ എന്നുള്ളത് ഒരു ഡിജിറ്റലി നമ്മളൊരു വീഡിയോ പ്രസൻസിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമർ ഏതാണോ, നമ്മുടെ കസ്റ്റമറുടെ പെയിൻ പോയിന്റ്, അത് സാറിന്റെ കയ്യിൽ നിന്ന്, അതായത് കാഴ്സോളിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു അറിവുകളാണ്. അതായത് നമ്മൾ ഒരു കസ്റ്റമർക്ക് ഒരു പെയിൻ ഉണ്ടാവും, ആ പെയിന് നമ്മൾ അഡ്രസ് ചെയ്ത് ആ പെയിൻ പോയിന്റ് ആയിരിക്കണം നമ്മളെ പരസ്യത്തിലേക്ക് പോകേണ്ടത്. ആ പെയിൻ പോയിന്റ് പോകുമ്പോൾ അവർ കറക്റ്റ് ആയിട്ട് അടുത്ത ടൈമിൽ അവർ അതിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പിന്നെ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഉടനെ തന്നെ ആ ലീഡിലേക്ക് സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പം അങ്ങനെ അവർക്ക് കറക്റ്റായിട്ട് നമ്മളെ മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കത് ക്ലോസിംഗിലേക്ക് വരും. പിന്നെ ഒരു ഫണൽ സിസ്റ്റം കാര്യങ്ങളൊക്കെ സാറ് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാറ് പറഞ്ഞ ഒരു മാജിക്കൽ നമ്പർ, അതായത് നമ്മുടെ ട്രിവാൻഡ്രം പ്രോഗ്രാമിൽ വെച്ചിട്ട് ഈ എമൗണ്ട് ഒന്ന് സ്പ്ലിറ്റ്, എപ്പോഴും ഞാൻ വളരെ കൂടിയ എമൗണ്ട് ഇട്ട് ഒരു സമയത്ത് ഞാൻ ചെയ്തിരുന്നു. അതായത് ഒരു ദിവസം എന്നെ സംബന്ധിച്ചത് വലിയ തുകകളായിരുന്നു, എന്നാൽ പോലും 600 രൂപ, 700 രൂപ, 1000 രൂപ, 1500 രൂപ വരെയൊക്കെ എമൗണ്ട് കൂട്ടിയിട്ട് കൂടുതൽ ചെയ്താൽ കൂടുതൽ ലീഡ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ സമയത്ത് അങ്ങനെ ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. സാറ് പറഞ്ഞ അനുസരിച്ചിട്ടാണ് ഞാനൊരു എമൗണ്ട് മാറ്റി ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ 111, അതായത് ഒരു മാജിക്കൽ നമ്പർ എന്ന് സാറിന് അന്ന് ഐഡിയ ഒരു 333 എന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാനൊരു 111 എന്ന് പറഞ്ഞൊരു നമ്പർ വെച്ചിട്ട് ചെയ്തു നോക്കിയതാണ്. ആ ലീഡാണ് ശരിക്കും എന്നെ ഈ ഹോൾ ഓഫ് ഫെയിമിലേക്ക് വരെ എത്തിച്ചിരിക്കുന്നത്. കാരണം ആ 111 രൂപ വെച്ചിട്ട് നല്ല പെയിൻ പോയിന്റ് റിലേറ്റ് ചെയ്തിട്ട് ഞാൻ പെയിൻ പോയിന്റ്, അതായത് എന്റെ ക്ലയന്റിന്റെ പെയിൻ പോയിന്റ് അഡ്രസ് ചെയ്തിട്ട് ആ പെയിൻ പോയിന്റ് ആണ് കണ്ടന്റ് ആക്കിയിട്ട് ഞാൻ ആ 111 രൂപ ലീഡാക്കി ഇട്ടത്. ആക്ച്വലി അത് December 27 ഇട്ടതാണ്. പക്ഷെ അതിന്റെ ഫോളോ അപ്പ് നമ്മുടെ സ്റ്റാഫിന്റെ കുറച്ച് ഇത് പോരായ്മകൾ പോലെ കഴിഞ്ഞ മാസം മുതലാണ് തുടങ്ങിയത്. എന്നാൽ പോലും ഞങ്ങൾക്ക് ഏകദേശം ഇന്ന് വരെ ആ ആഡ് റൺ ചെയ്യുമ്പോൾ 992 ലീഡ്സും നിലവില് ഒരു 100+ വാട്സപ്പ് മെസ്സേജുമാണ് ഞങ്ങൾക്ക് അതിൽ വന്നത്. അപ്പോ അതിന്റെ ക്ലോസിംഗ് കാര്യം കഴിഞ്ഞ മാസം മുതലാണ്. കാരണം അഡ്മിഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും അതിന് ടൈം ഉണ്ട്. ആ ടൈമിലെ നമ്മൾ എത്ര അവരോട് സംസാരിച്ചാലും അഡ്മിഷൻ എടുക്കുള്ളൂ. അപ്പൊ കഴിഞ്ഞ ഏകദേശം മാർച്ച് 27 സ്റ്റാർട്ട് ചെയ്തത് ഇന്ന് 22 ആകുമ്പോൾ ഏകദേശം 55 ദിവസത്തിനുള്ളിൽ എനിക്ക് 20+ സെയിൽസ് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. 20+ സെയിൽസ് എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു എന്നെ സംബന്ധിച്ച് ഞങ്ങളുടെ ബിസിനസ്സിൽ ഏകദേശം ഒരു 15 lakhs എബോ ഏണിങ്സിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അതൊരു വലിയ കാര്യമാണ്. കാരണം എനിക്കത് കാൽസോളി വന്നതിന് ശേഷം മാത്രം സംഭവിച്ചതാണ്. കാരണം ഒരു കസ്റ്റമറുടെ പെയിൻ പോയിന്റ് അഡ്രസ് ചെയ്യുക, അത് അഡ്രസ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, ഒരു മാജിക്കൽ നമ്പറായ എമൗണ്ടിലേക്ക് നമ്മൾ ഒരു ആഡ് സെറ്റ് ചെയ്യുക, ആ ആഡിൽ നിന്ന് ലീഡ് വരിക, ആ ലീഡ് വരുന്ന ലീഡ്സിനോട് വരുന്ന സമയത്ത് തന്നെ അവരോട് പ്രതികരിക്കുക. അപ്പോൾ അത് കുറച്ച് വെയിറ്റിങ്ങിൽ അവർ വെയിറ്റ് ചെയ്ത്, കാരണം പേയ്മെന്റ് അടയ്ക്കേണ്ടത് ഒരു വലിയ തുകയായതുകൊണ്ട് പെട്ടെന്ന് ഫീസ് ആയതുകൊണ്ട് അവർക്ക് അടയ്ക്കാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെ ഹോൾഡ് ആയതാണ് ഈ ഹോൾ ഓഫ് ഫെയിമിലേക്ക് വരാനായിട്ട് ഇത്രയും താമസം വരുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നെ വീഡിയോ എന്ന് പറയുമ്പോൾ ആളുകൾ നമ്മളെ മനസ്സിലാക്കുന്നത്, നമ്മളിപ്പം ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തിയെ ആർക്കും അറിയില്ല, പക്ഷെ ഞാനൊരു വീഡിയോയിലേക്ക് വന്നപ്പോ അല്ലെങ്കിൽ എന്റെ വീഡിയോസ് 10 പേര് കാണാൻ തുടങ്ങിയപ്പോൾ എന്നെ പരിചയമുള്ളവർ തന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നു, എടാ ഇന്ന കോഴ്സിന് അല്ലെ ഇന്ന ഒരു കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഇന്ന ഒരു കോഴ്സ് പഠിച്ചാൽ എന്താണ് ഗുണങ്ങൾ ചോദിക്കുന്നത്. എനിക്ക് ഇത്രയും അറിവ്, എന്റെ നോളജ് എന്താണെന്ന് മറ്റുള്ളവർക്ക് അറിയില്ല. അപ്പൊ എന്റെ നോളജ് ഞാൻ ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എന്ത് സംഭവിച്ചു തുടങ്ങിയത്, ആളുകൾക്ക് അത് അവർക്ക് ഉപകാരപ്പെടുന്നതാണ്, അത്രയും അറിവുകൾ എനിക്ക് ഉണ്ട് എന്നുള്ള തോന്നൽ അവർക്ക് ഉണ്ടായി തുടങ്ങി. അപ്പൊ അത് നമ്മൾ പരസ്യമായിട്ട് പോകുമ്പോഴത്തേക്കും അത് നമ്മുടെ ബിസിനസ്സിലേക്ക് ബെനിഫിറ്റ് ആയിട്ട് വരുന്നു. അത് വാല്യൂസ് ആയിട്ട് ഷെയർ ചെയ്യുമ്പോഴത്തേക്കും നാളെ അതൊരു ബിസിനസ് ആയിട്ട് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു അവസ്ഥയാണ്. കൂടുതൽ വാല്യൂസ് ഇപ്പം നമുക്ക് ഞാൻ നിൽക്കുന്ന എന്റെ ഫീൽഡിൽ കൊടുക്കണം, അല്ലെങ്കിൽ വരുന്ന കുട്ടികൾക്ക് കൊടുക്കണമെന്നാണ് ഞാനിപ്പോ ആഗ്രഹിക്കുന്നത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എല്ലാം കാൽസോളി വന്നതിന് ശേഷമാണ്. അപ്പം ഇനിയിപ്പോ ഹോൾ ഓഫ് ഫെയിമിലേക്ക് ഇപ്പൊ വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം, ഇനി ഇവിടുന്ന് എനിക്ക് 1 CR എത്തണം. 1 CR നിന്ന് 10 CR 100 CR കമ്മ്യൂണിറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വരുന്ന എന്റെ ക്ലയന്റ് ആയിട്ട് വരുന്നവർക്ക്
ക്ലൈന്റ് എന്നുള്ളതല്ല, എന്നോട് എന്റെ കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ എനിക്ക് വരുന്ന സ്റ്റുഡൻസിന് അവർക്ക് മാക്സിമം കോൺട്രിബ്യൂഷൻസ് വാല്യൂസ് കൊടുക്കണം എന്നുള്ള ഒരുപാട് ടേക്ക് അവേസ് എനിക്ക് കാൽസോളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇപ്പം ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടായ എല്ലാ മാറ്റത്തിനും കാരണം കാൽസോൾ തന്നെയാണ്. അതെന്റെ വൈഫ് എപ്പോഴും പറയും. വളരെ സന്തോഷം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇത്രയും നമ്മൾ സംസാരിച്ചതിൽ നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നപ്പോൾ ഈ +2 ഒക്കെ കഴിഞ്ഞ സമയത്ത് നമുക്ക് കറക്റ്റ് ഒരു ഗൈഡൻസ് കിട്ടിയിരുന്നില്ല. ആ ഒരു പെയിൻ നമ്മൾ ആ സമയത്ത് നമുക്ക് നന്നായിട്ട് മനസ്സിലുള്ളതുകൊണ്ട് അതിനൊരു ദൗത്യമായിട്ട് ഒരു മിഷൻ ആക്കിക്കൊണ്ട് ബിസിനസ് ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ കുറച്ചുകൂടെ ഡിജിറ്റലി ആൾക്കാരുടെ അടുത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ലീഡ് വന്നാൽ വെറുതെ സംസാരിക്കുകയല്ല സാധാരണ ആൾക്കാരൊക്കെ ചെയ്യുന്നത്, പെട്ടെന്ന് അവരെ അങ്ങ് സെയിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം സെയിൽ ക്ലോസ് ചെയ്യാനല്ല ശ്രമിക്കുന്നത്, ആൾക്കാരെ മനസ്സിലാക്കാനായിട്ട് കറക്റ്റ് വഴി പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ സെയിൽ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നു. അതാണ് ഒരു മാജിക് എന്ന് പറയുന്നത്. ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അതുപോലെ ഈ പറഞ്ഞതിൽ എടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സമയമാണ്. ഒരു ലീഡ് വന്നാൽ അത് തണുത്തു പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് കണക്ട് ചെയ്യുക, അങ്ങനെ. അപ്പോൾ കറക്റ്റ് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം എല്ലാം ഒന്ന് അടുക്കി പറക്കി കറക്റ്റ് ലൈനിലേക്ക് കയറാൻ ചെയ്യുന്നു. ചിട്ടയായ സാഹചര്യം ഉണ്ടായി. കാരണം ഹോട്ട് കോൾഡ് വാം, ഹോട്ടാണ് എപ്പോഴും ഒരു ലീഡിന്റെ ഏറ്റവും നല്ല അവസ്ഥ. ആദ്യത്തെ 15 ദിവസം പറഞ്ഞൊരു വാക്കാണ് അത്. ആദ്യത്തെ 15 മിനിറ്റ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അത് പിന്നെ അത് സംസാരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. 1 hour കഴിഞ്ഞാൽ അത് തണുത്തു. പിന്നീട് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. ആ ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുന്ന മൊമെന്റിൽ തന്നെ നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റിയാൽ ഉറപ്പായിട്ടും അത് ക്ലോസിംഗ് ആണ്. അതാണ് ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ കാര്യം. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ആ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +2 എന്ത് സെലക്ട് ചെയ്യണമെന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ +2 കഴിഞ്ഞിട്ട് പിന്നീട് എന്തെടുക്കണമെന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. അത് ശരിക്കും ഞാൻ അനുഭവിച്ച പെയിനാണ്. അതാണ് ഇപ്പൊ എനിക്ക് കുട്ടികളോട് സംസാരിക്കാനായിട്ട് സാധിക്കുന്നത്. ഏത് കുട്ടികൾ വന്നാലും അവരോട് എനിക്ക് വളരെ നന്നായിട്ട് അവരുടെ പേഴ്സണാലിറ്റി അനലൈസ് ഇന്നൊരു കരിയറിലേക്ക് പോകൂ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഇഷ്ടമുള്ളിടത്ത് ജോലി ചെയ്യാൻ പറ്റണം, ഇഷ്ടമുള്ളതുപോലെ വളരെ ഫ്രീഡം. നമ്മളിപ്പം കാൽസോളി ഫ്രീഡം എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ സ്വതന്ത്രരായിട്ട് നിങ്ങൾക്ക് സന്തോഷത്തോടെ ജോലി ചെയ്യാൻ പറ്റണമെങ്കിൽ ഇഷ്ടമുള്ള കരിയർ സെലക്ട് ചെയ്യണം. ഇല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും എന്ന് പറയുന്ന രീതിയിൽ എനിക്കിപ്പോ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. അപ്പം അത് ഡിജിറ്റൽ ലീഡർഷിപ്പിലേക്ക് വന്നപ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടായി. ഒരുപാട് കുട്ടികൾ ഇതിലേക്ക് വരുന്നുണ്ട്. അവരോട് എനിക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അത് ബിസിനസ്സിലേക്ക് മാറുമ്പോൾ നമ്മൾ വാല്യൂസ് കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് അതുപോലെ തന്നെ റിസൾട്ടും വരുന്നുണ്ട്. വളരെ സന്തോഷം. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കാണുന്ന പാരൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹിലാലിൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഏതെങ്കിലുമൊക്കെ ഗൈഡൻസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ഹിലാൽ, നമ്മുടെ ഒത്തിരി ആൾക്കാർ ബിസിനസ്സിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവർ പലരും ഒരു ഷോർട്ട് ടൈം കോഴ്സസിന് പോകും, അത് കഴിഞ്ഞ് കോഴ്സിൻ്റെ പീരീഡ് കഴിഞ്ഞാൽ പിന്നെ ബന്ധമില്ല. അങ്ങനെയാണ് ഒത്തിരി നടക്കുന്നത്. പക്ഷേ ഈ കാൽസോളിലേക്ക് വരുന്ന സമയത്ത് ഒരു ലൈഫ് ടൈം ആക്സസ് കിട്ടുന്നു, കോഴ്സ് കിട്ടുന്നു, ലൈവ് ഇംപ്ലിമെൻറ്റേഷൻ പ്രോഗ്രാം വരുന്നുണ്ട്. അതിൽ ഹിലാലിനെ ഏറ്റവും സ്വാധീനിച്ച് എങ്ങനെയാണ്, ബാക്കിയുള്ള മെമ്പേഴ്സിൻ്റെ സപ്പോർട്ട് എങ്ങനെയുണ്ടായിരുന്നു, ഈ ഒരു എക്കോ സിസ്റ്റത്തിനെ എങ്ങനെയാണ് ഹിലാൽ കാണുന്നത്? 100% സാർ. അത് ഞാൻ ഒരുപാട് കാരണം ഞാൻ പറഞ്ഞില്ലേ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് 2017 ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആ സാറ് പറഞ്ഞിരുന്നത് വാട്സപ്പ് സപ്പോർട്ട് ഉണ്ടാവും 100%. 2 ദിവസം ഓഫ്ലൈൻ ക്ലാസ് ആണ്. 2 ദിവസം ഓഫ്ലൈൻ ക്ലാസ് കഴിഞ്ഞു. അതിനുശേഷം വാട്സപ്പ് സപ്പോർട്ട് വന്നു. ഒരു 1 month കഴിഞ്ഞപ്പോൾ പിന്നീട് ആ ഗ്രൂപ്പിന് അനക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് കഴിഞ്ഞു. വാട്സപ്പ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. പക്ഷേ ഞാൻ ശരിക്കും സിൽവർ മെമ്പർഷിപ്പിൽ കാൽസോളി വരുന്ന എനിക്ക് തോന്നുന്നു 799 ആണെന്ന് തോന്നുന്നു പേയ്മെന്റ് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ അന്ന് മുതല് ഇന്ന് വരെ, ഇപ്പം ഇന്നലെയും പ്രദീപ് കുമാർ സാർ എന്നെ വിളിച്ചിരുന്നു. നമ്മുടെ മീറ്റിംഗ്, വൈകിട്ടത്തെ മീറ്റിംഗ് ഓറിയന്റേഷൻ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് സാർ പറഞ്ഞത്, ഹിലാൽ എന്താ പരിപാടി, നാളെ എങ്ങനെയാ ബുക്കിംഗ്, റൂം എടുക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു സാറേ എങ്ങനെയാ. അപ്പൊ സാറിന്റെ സെയിൽസ് കാര്യങ്ങൾ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ട്. അപ്പൊ സാർ എന്നോട് ചോദിച്ചു, ഹിലാലെ എനിക്കിപ്പോ ഒരു 1000 ഒക്കെ നേരത്തെ ക്ലോസിംഗ് ഉണ്ടായിരുന്നു, ഇപ്പൊ അത്രയും ക്ലോസിംഗ് വരുന്നില്ല, ഒരു 600 നിൽക്കുകയാണ്. അപ്പോ എനിക്ക് ഫേസ്ബുക്കിൽ അങ്ങോട്ട് ഇട്ടിട്ട് കറക്റ്റ് ആയിട്ടില്ല. ഞാൻ സാർ ഇങ്ങനെ 1-2 പരിപാടി ആയിരുന്നു. സാറ് പറഞ്ഞു എമൗണ്ട് ചെറിയ എമൗണ്ട് ആക്കുക സാർ. അപ്പൊ എമൗണ്ട് കൂടുതലാണ് ഇടുന്നത്, ഒരു 1000+ ഒക്കെ എമൗണ്ട് ആണ് സാർ ഇട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു സാർ അത്രയൊന്നും വേണം, ചെറിയ എമൗണ്ടിൽ 1-2 ഇതായിട്ട് 1-2-3 ലൊക്കേഷനിലായിട്ട് ചേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. സാർ പറഞ്ഞു അങ്ങനെയാണ് ഉറപ്പായിട്ട് ഞാൻ നാളെ റൂം ബുക്ക് ചെയ്യുക, വേറെ ഒന്നും നോക്കുന്നില്ല, നമുക്ക് പരിപാടി കഴിഞ്ഞിട്ട് വൈകുന്നേരം അതിനും കൂടെ ഒന്ന് ഇരിക്കാൻ സംസാരിക്കാം. അപ്പം അങ്ങനെ അപ്പം കാൽസോൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ മിനിഞ്ഞാന്ന് വൈകിട്ട് റീംസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. റീംസ് വിളിച്ചിട്ട് ഹിലാലെ ഓറിയന്റേഷന്റെ കേസ് പറഞ്ഞു, എനിക്കത് കേൾക്കാൻ പറ്റിയില്ല, ഞാൻ സാറിപ്പം എനിക്ക് ആ സമയത്ത് എടുക്കാൻ പറ്റിയില്ല. അപ്പം സാറ് വിളിച്ച് ഇതുപോലെ ഞാൻ സാറിനോട് വിളിച്ചു, യാത്രയിലാണ്, കുഴപ്പമില്ല, റെക്കോർഡ് കിട്ടും, പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ ഓരോരുത്തരും കാൽസോൾ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഫാമിലിയാണ്. അതുപോലെ അല്ലാതെ ഒരു കമ്മ്യൂണിറ്റി എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ഓരോ വ്യക്തികളുമായിട്ട് ഇൻഡിവിജ്വലായിട്ട് അടുപ്പം
ഒരുപാട് പേരായിട്ട് അടുപ്പമുണ്ട്. അടുപ്പമുള്ളവരിപ്പം ഷൈൻ വിളിക്കാറുണ്ട്, അതുപോലെ ജോൺസിനെ വിളിച്ച് സംസാരിക്കാറുണ്ട്. അങ്ങനെ പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. അപ്പൊ കമ്മ്യൂണിറ്റി എന്നുള്ള ലെവലിൽ, കമ്മ്യൂണിറ്റിയുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ള ലെവലിലൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പം കാൽസോൾ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് റെക്കോർഡ് വീഡിയോ തന്നിട്ട് നിങ്ങൾ ഇത് കണ്ടുള്ളൂ കഴിഞ്ഞു, അങ്ങനെ അല്ല. ശരിക്കും സാർ അതില് ഇടുന്ന ഒരു സമർപ്പണം എന്നൊക്കെ തന്നെ പറയണം. അതായത് ഒരു ഒരു ഗുരുകുല വിദ്യാഭ്യാസം എന്നൊക്കെ പറയാം. അപ്പൊ സാറ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കുറച്ച് റെക്കോർഡ് ക്ലാസ് തരുന്നു. അതിന് ആ റെക്കോർഡ് ക്ലാസ്സിന്റെ ഒരു മൂവ്മെന്റ് കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രീഡോ ചലഞ്ച് പ്രോഗ്രാം വെച്ചിരിക്കുന്നു. അതുപോലെ എല്ലാ മൺഡേസിലും വീക്കിലി ഇന്നർ സർക്കിൾ വെച്ചിരിക്കുന്നു. ഒരു റീചാർജിങ് പ്രോഗ്രാമായിട്ട് എല്ലാ ദിവസവും ഒരു തീമായിട്ട് തന്നെ സാർ ഇപ്പം ടെക്നോളജി ട്യൂസ്ഡേ, അതുപോലെ വെൽത്തി വെനസ്ഡേ, ഫൺ ആൻഡ് ഫ്രൈഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ദിവസവും നമ്മളെ കറക്റ്റ് ആയിട്ട് ഒരു ഫോളോ അപ്പിന് വേണ്ടിയിട്ടാണ്. പല പ്രോഗ്രാമുകളും ഞാൻ പിന്നീടാണ് ഇരുന്ന് കാണുന്നത്, എനിക്ക് ലൈവ് സമയത്ത് വരാൻ സാധിക്കില്ല. പക്ഷെ എന്നാൽ പോലും കൃത്യമായിട്ട് നമുക്ക് വാല്യൂ ആയിട്ടുള്ള എല്ലാം അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു കുറച്ച് റെക്കോർഡഡ് വീഡിയോസ് തന്നിട്ട് പോകുക എന്നുള്ളതല്ല. അപ്പൊ ഞാൻ എന്റെ ലേണിംഗ് പ്ലാറ്റ്ഫോം ഉടനെ ചെയ്യുമ്പോൾ അതിൽ ഞാൻ മാക്സിമം കുട്ടികൾക്ക്, അതായത് ഇപ്പം എന്റെ വൈഫ് ഇപ്പോൾ നഴ്സിംഗിന്റെ ലേണിംഗ് പ്ലാറ്റ്ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഉദ്ദേശിച്ച് ഇപ്പം വേറെ മാർക്കറ്റ് 2 നഴ്സിംഗ് പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പൊ അവര് ചെയ്യുന്ന പോലെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം പക്ഷെ ഞാൻ പറഞ്ഞ അതല്ല, നമുക്കത് കൂടുതൽ സാറ് കൊടുക്കുന്ന പോലെ നമുക്ക് കൂടുതൽ വാല്യൂസ് കൊടുക്കാൻ പറ്റും. കാരണം ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ ഒരു കുട്ടി വന്ന് പഠിച്ചിറങ്ങി പോവുക, അവർക്ക് ആ ഒരു ലേണിംഗ് സിസ്റ്റം കിട്ടുക എന്നുള്ളതല്ല, അതിലുപരി നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റണമെന്ന് അങ്ങനെ ആലോചിച്ചപ്പോൾ, അപ്പോൾ ഇവർക്ക് ഈ പഠനത്തിന് ശേഷമുള്ള ഒരുപാട് എക്സാമുകളുണ്ട്. അപ്പൊ ആ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഈ പഠിക്കുന്നതോടുകൂടെ, നഴ്സിംഗിന്റെ ഇപ്പോൾ ഒരു BSc നഴ്സിംഗ് വരുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പേഡ് ചെയ്ത്, അതായത് IELTS, OET, അതുപോലെ MOH, HAD പോലുള്ള എക്സാമുകളുണ്ട്. അതിന്റെ പ്രിപ്പറേഷനും കൂടെ വാല്യൂ ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ കുട്ടി പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ആ വാല്യൂ കിട്ടും. അപ്പൊ സാർ അതേപോലെ, ഇപ്പൊ സാർ എനിക്ക് തന്നത് എന്തോ ഞാൻ അത് തന്നെ തിരിച്ച് എന്റെ കമ്മ്യൂണിറ്റി അല്ല എനിക്ക് എന്നിലേക്ക് വരുന്നവർക്ക് ഞാൻ സെർവ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ അതൊരു എക്കോ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയുന്നത്, ഒരാൾക്ക് ഒരാളെ സഹായിക്കാനുള്ള മനസ്സ്, നമുക്കറിയുന്ന അറിവുകൾ കൂടുതൽ മറ്റൊരാളിലേക്ക് പകർന്നു നൽകാനുള്ള ഒരു ഊർജ്ജം, അതിനി എത്ര സമയം സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കാൽസോൾ ഫാമിലിയിൽ ഒരാളെ വിളിച്ചിട്ട് അത് സാറേ എനിക്ക് ഇങ്ങനെ എന്താന്ന് പറഞ്ഞിട്ട് ഇരുന്ന് ചെയ്തു കൊടുക്കാൻ നമുക്ക് യാതൊരു മടിയില്ല. അതുപോലെ തന്നെ നമ്മൾ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവർക്കും ഒരു മടിയില്ല. കാരണം കാൽസോൾ എന്ന് പറയുമ്പോഴത്തേക്ക് അത് വേറൊരു എനർജി. ആക്ച്വലി കാൽസോൾ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്റെ രോമം എഴുന്നേറ്റിരിക്കും. എന്നെ സംബന്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊരു ലൈക്ക് ഫാമിലി, ഒരു ഭയങ്കര ബോണ്ടിങ് ആണ്. അത് ഓരോ പ്രവീൺ സാർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഗുരുനാഥനാണെങ്കിൽ ഞങ്ങൾക്ക് ചുറ്റും കുറെ ആളുകളുണ്ട്, ഒരുപാട് പേരുണ്ട്. അവരെല്ലാം ഓരോരോ മേഖലകളില് വളരെ കഴിവുള്ളവരും വളരെ അറിവുള്ളവരുമാണ്. അവരുടെ എല്ലാ അറിവുകളും നമുക്ക് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാനും എല്ലാവരെ കൊണ്ടും സാധിക്കുന്നു. അത് നാളെ ഞാനായാലും ഏത് സമയത്തായാലും എന്നെ കൊണ്ട് ഉറപ്പായിട്ടും അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിക്ക് കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. ഇപ്പൊ ഏതൊരു കാൻഡിഡേറ്റ് അല്ലെ ഏതെങ്കിലും ഒരു സ്റ്റുഡന്റ് അങ്ങനെ ഒരു പ്രശ്നമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്കൊരു 499 കോഴ്സ് ഇറക്കുന്ന കാര്യമുണ്ടായിരുന്നത് ചെയ്യാൻ പറ്റില്ല. ഇനി ഉടനെ വലിയ താമസമില്ലാതെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഉടനെ എത്തുന്നതായിരിക്കും. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയെ കുറിച്ച് മറ്റുള്ളവരോട് പറയാനാണെങ്കിൽ, നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, കാൽസോൾ എന്ന് പറയുന്നത് ജസ്റ്റ് വെറും ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്ന ഒരു ഫെയിം എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഡിജിറ്റലി നിങ്ങളെ ഒരു ലീഡർ ആക്കാം എന്നുള്ള ഒരു വാഗ്ദാനം തന്നു വരുന്നതല്ല. നിങ്ങളുടെ പൈസ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉദ്ദേശിച്ചാണ് ഇങ്ങോട്ട് വരുന്നെങ്കിൽ ഇവിടുന്ന് പൈസ അല്ല കിട്ടുന്നത്. പൈസ എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്. പ്രൈമറി എന്ന് പറയുന്നത് വാല്യൂസ് ആണ്. ആ വാല്യൂസ് ഇവിടുന്ന് കിട്ടും. നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ നിങ്ങൾ അതുപോലെ നിങ്ങളുടെ അറിവുകൾ മറ്റൊരാളിലേക്കും വാല്യൂസ് ആയിട്ട് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ പണം രണ്ടാമതായി നിങ്ങളിലേക്ക് തന്നെ എത്തിക്കോളും. ഇതാണ് കാൽസോളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്. അത് എനിക്ക് കിട്ടിയത് അത് തന്നെയാണ്. എനിക്കതാണ് മറ്റുള്ളവരോട് പറയാനുള്ളത്. വളരെ സന്തോഷം. അപ്പോൾ നമ്മുടെ ഈ ഒരു ജേണി മുന്നോട്ട് പോകുമ്പോൾ അടുത്ത മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് 1 CR ക്ലബിലേക്ക് വരിക, അതിനുശേഷം 10 CRലേക്ക് പോവുക, കൃത്യമായിട്ടുള്ള സംവിധാനത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ മുന്നോട്ട് പോകുന്ന യാത്രയിൽ നമ്മൾ റൈറ്റ് പീപ്പിൾസുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ ഗെയിം ചേഞ്ച് ആവുക. അപ്പം ഹിലാൽ ഏത് സമയത്തായിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഡയമണ്ട്സിലോട്ട് അപ്ഗ്രേഡ് ആയത്? അതിനുശേഷമുള്ള ഒരു മൂവ്മെന്റ് ചേഞ്ച് എങ്ങനെയുണ്ടായിരുന്നു? ഡയമണ്ടിലേക്ക് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഞാനൊരു 6 മാസം ആകുന്നു, 6 to 7 മാസം അത്രയാണെന്ന് തോന്നുന്നു. 6 മാസം കഴിഞ്ഞു. ഡയമണ്ടിലേക്ക് വന്നിട്ട് പിന്നീടുണ്ടായ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. കാരണം ഡയമണ്ടിൽ സാറ് തന്നൊരു പ്രൊഫൈല് തന്നെയായിരുന്നു ഏറ്റവും വലിയ സംഭവം. ആ പ്രൊഫൈല് കണ്ട് ഞാൻ ആകെ ഞെട്ടിപ്പോയ ഒരു മനുഷ്യനാണ്. കാരണം ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ട്രാക്കിംഗ് സിസ്റ്റമാണ് അതിൽ.
അപ്പോ ഡയമണ്ടിൽ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ ഡയമണ്ടിലെ ഓരോ കാര്യങ്ങളും, കാരണം നമുക്ക് സിൽവറിൽ കിട്ടിയത് ഒരു കൃത്യമായ ഒരു ഐഡിയ, കുറച്ച് ക്ലാരിറ്റി കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ മോർ വാല്യൂസ് ആൻഡ് മോർ ക്ലാരിറ്റി ആണ് നമുക്ക് ഡയമണ്ടിൽ കിട്ടിയതും. അതുപോലെ ഡയമണ്ടിന്റെ പ്രൊഫൈല്, ആ പ്രൊഫൈല് കൃത്യമായി ട്രാക്ക് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ കൃത്യമായിട്ട് ഇപ്പം ആക്ച്വലി ഞാൻ കാൽസോളിൽ വന്നിട്ട് ഫസ്റ്റ് ഓഫ്ലൈൻ മീറ്റിംഗ് ഞാൻ വരുന്ന സമയത്ത് ഞാൻ അവിടെ പറഞ്ഞത്, സാറ് ചോദിച്ചിരുന്നു നിങ്ങൾ എത്ര സമ്പാദിക്കാൻ ചോദിച്ചിട്ട് ഞാൻ 1000 കോടി എന്ന് എഴുന്നേറ്റ് കൈവക്കിയ ആളാണ്. 1000 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മൈൻഡ് സെറ്റിൽ എനിക്ക് 1000 കോടി ഒരു വലിയ തുകയല്ല. പക്ഷെ ആ 1000 കോടിയിലേക്ക് എത്താനായിട്ടുള്ള കുറച്ച് കടമ്പകളുണ്ട്. അത് അത്ര എളുപ്പമല്ലെന്ന് എനിക്ക് അന്നൊരു തിരിച്ചറിവില്ലായിരുന്നു. പക്ഷെ ആ തിരിച്ചറിവ് എനിക്ക് ഉണ്ടായത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫസ്റ്റ് എന്റെ ആ ഓഫ്ലൈൻ മീറ്റിന് ശേഷമാണ്. സെക്കൻഡ് ഓഫ്ലൈൻ മീറ്റ് ആണ് കഴിഞ്ഞത്. അപ്പൊ ആ സെക്കൻഡ് ഓഫ്ലൈൻ മീറ്റിംഗ് ഞാൻ വന്ന് പറഞ്ഞിരുന്നു, ഒരു നെക്സ്റ്റ് ഇതില് എനിക്കൊരു ഇത്ര സെയിൽസ്, ഒരു 200 സെയിൽസ് ഉണ്ടാവണം, എന്റെ 2 പ്ലാറ്റ്ഫോമുകൾ വരാനുണ്ട്, അതാണ് എനിക്ക് അടുത്ത 6 മാസം ചെയ്യാനുള്ളതെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്നിപ്പോ ഞാൻ ഇപ്പൊ അടുത്ത ഓഫ്ലൈൻ മീറ്റിലേക്ക് വരുമ്പോൾ ഞാൻ ഹോൾ ഓഫ് ഫെയിമിലേക്ക്, കഴിഞ്ഞതിൽ ഞാൻ ഫ്രീഡം ഫിനിഷർ ആയിരുന്നു, ഇത്തവണ ഞാൻ ഹോൾ ഓഫ് ഫെയിമിലേക്ക് എത്തി. അപ്പൊ ഹോൾ ഓഫ് ഫെയിമിലേക്ക് എത്തി. അപ്പൊ എനിക്ക് അതിനിടയിലാണ് ഞാൻ ഡയമണ്ടിലേക്ക് വരുന്നത്. അപ്പൊ ഡയമണ്ടിലേക്ക് വന്നു, ഞാനിപ്പോ ഹോൾ ഓഫ് ഫെയിമിലേക്ക് എത്തി. ഡയമണ്ടിൽ നിന്ന് എല്ലാ മൺഡേസിലും രാവിലെ നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ ഇപ്പൊ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 2 കൃത്യമായ ഫോളോ അപ്പ്, സ്റ്റേജ് 3 വേറെ, സ്റ്റേജ് 4 വേറെ. അപ്പൊ ഞാൻ സ്റ്റേജ് 2 ശരിക്കും എന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കരിയർ ക്ലാരിറ്റി എന്നുള്ളതാണ് എന്റെ സബ്ജക്റ്റ്. ഞാൻ അതിലാണ് നിൽക്കുന്നത്. പക്ഷെ എന്റെ എക്സിസ്റ്റിംഗ് ബിസിനസ്സിനെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ആ ബുദ്ധിമുട്ടുകളെല്ലാം ഇപ്പൊ എനിക്ക് മാറി. ആക്ച്വലി എനിക്ക് ഇപ്പൊ എന്റെ എക്സിസ്റ്റിംഗ് ബിസിനസ് എനിക്ക് വളരെ സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് ഞാൻ എത്തി. അത് ഡയമണ്ടി വന്നതിന് ശേഷം അത് സാധിച്ചത്. എക്സിസ്റ്റിംഗ് ബിസിനസിനെ എനിക്ക് കുറച്ചുകൂടെ സ്മൂത്ത് ആക്കാൻ പറ്റി. ഇപ്പൊ എനിക്ക് എന്റെ സബ്ജക്റ്റിലേക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഹോൾ ഓഫ് ഫെയിമിലേക്ക് എത്തിയത് ആക്ച്വലി ഞാൻ ഈ ഡയമണ്ട്സി വന്നതിന് ശേഷമാണ്. അപ്പം ഇപ്പൊ എന്റെ മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ വരുന്ന ഓഫ്ലൈൻ മീറ്റിംഗ് ഞാൻ ഹോൾ ഓഫ് ഫെയിം അവാർഡ് വാങ്ങിക്കും. അപ്പൊ നെക്സ്റ്റ് ഡിസംബറിൽ നടക്കുന്ന പ്രോഗ്രാമിന് ഉറപ്പായിട്ടും ഞാൻ വന്നിട്ട് അവിടുന്ന് 1 CR അവാർഡ് അച്ചീവ് ചെയ്യും. അപ്പം ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള എനിക്കൊരു ലക്ഷ്യവും അതിലേക്കുള്ള കൃത്യമായിട്ടുള്ള ആ ഒരു ട്രാക്കും എല്ലാം കിട്ടിയത് എനിക്ക് ഡയമണ്ട്സി വന്നതിന് ശേഷമാണ്. വളരെ സന്തോഷം. അപ്പോൾ നമ്മുടെ ആ ഒരു സിസ്റ്റം കൃത്യമായിട്ട് മുന്നോട്ട് പോയിട്ട് നമുക്ക് ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യാം. നമ്മുടെ ഈ ഒരു ഹോൾ ഓഫ് ഫ്രെയിംസ് ഒരു തുടക്കമാണ്. ഹോൾ ഓഫ് ഫ്രെയിം ജസ്റ്റ് ഒരു തുടക്കമാണ്. ഇനിയും ഒത്തിരി ഉയരങ്ങളിൽ നമുക്ക് പോകാനുണ്ട്. ഈ ഒരു ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾ ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒരു യൂട്യൂബിലെ വീഡിയോസ് കാണുന്ന ഒത്തിരി പേരുണ്ടാവും, ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും, കാൽസുള്ള മെമ്പർ അല്ലാത്ത ഒത്തിരി പേര് കാണുന്നുണ്ടാവും. അവരോട് ഒരൊറ്റ ഒരു സന്ദേശം, ഒരു മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും കൊടുക്കുക? അതും കൂടി പറഞ്ഞ് നമുക്ക് വൈൻഡപ്പിലേക്ക് മൂവ് ചെയ്യാം. ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്നവര് അപ്പൊ ആരായിക്കോട്ടെ, എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരികയാണെങ്കിൽ, അതായത് നമ്മുടെ കാൽസോൾ കമ്മ്യൂണിറ്റിയിലേക്ക് വരികയാണെങ്കിൽ, ഇതൊരു ഫാമിലിയാണ്. ഈ ഫാമിലിയിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ ആയിരിക്കുന്നു ആ ഇരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് വളരാനായുള്ള സാഹചര്യം ഇവിടെ ഉണ്ട്. അതിനുവേണ്ടി ഒരു എക്കോ സിസ്റ്റം ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എക്കോ സിസ്റ്റം ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ തന്നെ വളരും. നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് പണമല്ല വലുത്, വാല്യൂസ് ആണ്. നിങ്ങൾക്കറിയാവുന്ന അറിവുകൾ, നിങ്ങൾ വാല്യൂസ് മാക്സിമം നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുക. അത് തന്നെ നിങ്ങൾക്ക് പണമായി തിരികെ എത്തും. ഇത് കാൽസോളിൽ വന്നാൽ ഇതൊരു സിസ്റ്റമായി, ഇതൊരു കൂട്ടത്തോടെ, ഇതൊരു എക്കോ സിസ്റ്റം, ഒരു കൂട്ടായ്മയോടെ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അവിടെ നിങ്ങളെ സഹായിക്കാനായി ഞാനും ഉണ്ടാവും. യെസ്, വളരെ സന്തോഷം. നമ്മുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ 100-ലധികം 1 CR മെമ്പേഴ്സിനെ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത്. ഇപ്പോൾ തന്നെ 100 കണക്കിന് ഹോളോ ഫ്രെയിംസ് ഉണ്ട്. എന്നാൽ അങ്ങനെയുള്ള ഒരു 1 CR ഉള്ള കുറേ മെമ്പേഴ്സ് പുതുതായിട്ട് വരുന്നവരെ സഹായിക്കാൻ ആയിട്ട് വരെ ഇറങ്ങുമ്പോഴാണ് അതൊരു വലിയ സന്ദേശമായിട്ട് ഈ ലോകത്തിൽ മാറുക. നമ്മുടെ കയ്യിലെല്ലാം ഉണ്ട്, പക്ഷെ അത് നമ്മൾ സെർവ് ചെയ്യണം. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും തീർന്നു പോകില്ല. അല്ല, അത് മുമ്പ് എനിക്കും ഉണ്ടായിരുന്നു. എനിക്ക് പണം ഉണ്ടാക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ അതിൽ നിന്ന് എനിക്ക് എന്റെ ഏറ്റവും വലിയ മാറ്റം അതാണ്. അതായത് ഇന്ന് ഞാൻ പൈസ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എനിക്കത് മാക്സിമം വാല്യൂ കൊടുക്കണം എന്നുള്ളൊരു അപ്പുറം എനിക്കൊന്നുമില്ല. കാരണം എനിക്ക് പൈസ കുറച്ച് മതി. കാരണം ഞാൻ വളരെ കുറച്ചു കാലം ജീവിച്ച് അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പോകാനുള്ള ഒരു മനുഷ്യനാണ്. അതിപ്പോ ഞാൻ കുറെ പൈസ ഉണ്ടാക്കിയിട്ട് എന്റെ അടുത്തൊരു തലമുറയ്ക്ക് കുറെ പൈസ സമ്പാദിച്ചു വെക്കുക, അവരതിനെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നൊക്കെ ഉള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമാണ്. എന്റെ ഫാദർ ഒരു ബിസിനസ്സുകാരനായിരുന്നു. ബിസിനസ്സിൽ ലാഭവും നഷ്ടവും ഉണ്ടായിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. ഇതുവരെ അദ്ദേഹം സമ്പാദിച്ചത് ഞങ്ങൾക്കായിട്ട് കുറച്ച് ഭൂമി വകകളുണ്ട് എന്നുള്ളത്, അതിനപ്പുറം ഒന്നുമില്ല. പക്ഷെ ഞാൻ ഇന്നിരുന്നിന് ഇപ്പൊ ഈ പറഞ്ഞ 1000, 2000, 10,000, 25,000, 50,000, ലക്ഷം കോടി രൂപ സമ്പാദിച്ചാലും എന്റെ കാലം കഴിഞ്ഞാല്
ആ പൈസ അടുത്ത തലമുറ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതിനാണ് സാർ കാര്യമുള്ളത്. അപ്പം ഞാൻ സമൂഹത്തിൽ ഇവിടെ ജീവിച്ചിരുന്നു, ഞാൻ എന്ത് ചെയ്തു, അതായത് നമുക്ക് നമ്മളെ നല്ലത് പറയാന്നുള്ളതല്ല, ഒരു നമ്മൾ കാരണം മറ്റൊരാളുടെ ജീവിതത്തിൽ മാറ്റം. ഞാൻ കാൽസോണിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതായത് സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം അത് ഞാൻ ശരിക്കും അത് അന്നത്തെ ദിവസം ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമാണ്. ഒരാളുടെ ബന്ധം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ നിന്ന് അയാളുടെ ബന്ധം ചേർത്ത് വെച്ചു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ തന്നെ വിജയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത് കമ്മ്യൂണിറ്റി തന്നെയുള്ള മറ്റൊരു മെമ്പർ അതിന് സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞു. പക്ഷെ ആക്ച്വലി അത് ഞാൻ വളരെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷം ഉണ്ടായ ഒരു കാര്യമാണ്. അപ്പം നമ്മള് കുറെ പൈസ സമ്പാദിക്കുക, അതിനപ്പുറം കുറെ പൈസ സമ്പാദിച്ച് മക്കൾക്ക് അല്ലെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൂട്ടിവെക്കുക എന്നുള്ളതിലുപരി സമൂഹത്തിന് വേണ്ടിയിട്ട് നമുക്ക്, അതായത് ഒരാളെങ്കിലും, സാർ എപ്പോഴും പറയുന്ന പോലെ ഒരാളെങ്കിലും നമ്മൾ കാരണം ഒരാൾക്കെങ്കിലും ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു കൂടുതൽ ഒരു വാല്യൂ കിട്ടുക എന്നുള്ള ഒരു ഒറ്റ കോൺട്രിബ്യൂഷനിൽ നമ്മൾ മുന്നോട്ട് പോയാൽ തന്നെ നമ്മളിലേക്ക് എല്ലാം എത്തിച്ചേരും. അങ്ങനെ ഒരു കൂട്ടായ്മ അതിൽ സത്യം പറഞ്ഞാൽ ഞാൻ കാൽസോണിൽ എത്താൻ താമസിച്ചു പോയി എന്നുള്ളതാണ്. പക്ഷെ എന്നാലും ഇപ്പോഴെങ്കിലും എത്തിയതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. താങ്ക് യു, വളരെ സന്തോഷം. നമുക്കിപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള ഹോളോ ഫ്രെയിമിൽ വീണ്ടും കാണാം. സോ ഓഫ്ലൈൻ മീറ്റിലും നമുക്ക് നേരിട്ട് മീറ്റ് ചെയ്യാം. താങ്ക് യു ഹിലാൽ. വീണ്ടും